എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സമൂസയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സമൂസ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ സമൂസയുടെ ഷീറ്റ് ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പ് പച്ചവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനും ഒഴിക്കുന്നില്ല, കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചിട്ട് അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ മേലേക്ക് ഓയിൽ ഇതേപോലെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർക്കാം. പിന്നെ 2 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്കൊരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയും ചേർക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സമൂസയുടെ ഷീറ്റ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നതിന് ശേഷം നമുക്ക് ചപ്പാത്തി പലക എടുക്കാം. അതിലേക്ക് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഉരുള ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നീളത്തിൽ നമ്മുടെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നീളത്തിന് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെക്കണം. അപ്പോൾ ആ പാത്രത്തിൽ ഞാൻ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാവരും റെഡിയാക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പഴയ ദോശപ്പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 1-2 സെക്കൻഡ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒത്തിരി നേരിട്ട് നമ്മൾ ചപ്പാത്തി ഫ്രൈ ചെയ്യണ പോലെ ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 സെക്കൻഡ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് സമൂസയുടെ ഇത് തയ്യാറാക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഇതേപോലെ നന്നായിട്ട് നല്ല തിക്കായിട്ട് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കി ആദ്യമേ വെക്കണത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമേ റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് സമൂസ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു ഷീറ്റ് എടുക്കുക. എന്നതിന് ശേഷം ഇതേപോലെ കോണ് പോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മിശ്രിതം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി വീണ്ടും ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ മൈദ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ മസാലയൊക്കെ എണ്ണയിലേക്ക് വരും. അപ്പോൾ ഇതൊന്ന് മടക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ഇതേപോലെ കോണ് പോലെ ഒന്ന് മടക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ അരികൊക്കെ നന്നായിട്ട് മൈദ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസയുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് 1 ടേബിൾ സ്പൂൺ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ അധികം വെക്കുന്നില്ല, കുറേശ്ശെ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കിയിരിക്കുന്ന ഈ അരികുണ്ടല്ലോ അത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എല്ലാ അരികും എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഒരു സൈഡിലും ഹോളൊന്നും ഉണ്ടാവരുത്. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഇപ്പം തന്നെ വറുത്തെടുക്കാം. അല്ല നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ
ഫ്രിഡ്ജിൽ ഒരു സിപ്ലോ കവറിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അടച്ച് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം, ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യ സമയത്ത് എടുത്ത് വറുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഫുള്ള് വറുക്കുന്നില്ല, ഒരു 3-4 എണ്ണ വറുക്കുന്നുള്ളൂ, ബാക്കി ഞാൻ ഫ്രീസറിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സമൂസ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സമൂസകളെ ഞാൻ എല്ലാനും വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സമൂസയൊക്കെ. കണ്ടില്ലേ, എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ചായയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്